ജലീൽ കണ്ണമംഗലം കൂടി ചേരുകയാണ്. ജലീൽ, വെരി ഗുഡ് മോർണിംഗ് എന്ന് പറയാവുന്ന ഒരു ദിവസമാണ്. എന്തായാലും കോഴിക്കോട്ടെ ആ ഉമ്മയുടെ സന്തോഷം, കുടുംബത്തിന്റെ സന്തോഷമൊക്കെ ജലീൽ കണ്ടല്ലോ. എങ്ങനെയാണ് മനസാക്ഷി മരവിക്കാത്ത ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തെളിയിച്ചു കൊടുത്തതെന്ന് നമ്മൾ കണ്ടു. ഇനി സൗദിയിൽ നിന്ന് ചില നിയമ നടപടികളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നുള്ള അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് കൃഷ്ണ ആൻഡ് സ്മിത. നാം ഇപ്പോൾ കണ്ട ആ ഉമ്മയുടെ സന്തോഷം, അതാണ് കേരളം ആഗ്രഹിച്ചത്, പ്രതീക്ഷിച്ചത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നാം കണ്ടത്. ജാതി മത ഭേദമന്യേ മലയാളികൾ ഒരുമിച്ചപ്പോൾ തീർത്തത് അത്ഭുതമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹിമിനെ മോചിപ്പിക്കാനുള്ള 34 കോടി രൂപ എന്ന ഒരു വലിയ ലക്ഷ്യം ചുരുങ്ങിയ സമയം കൊണ്ട് കൈവരിക്കുന്നതായാണ് നാം ഇന്നലെ കണ്ടത്. ഇതിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് 24-നും ഉണ്ട് എന്നതിലേറെ സന്തോഷവുമുണ്ട്. 24-ന്റെ ചെയർമാൻ ആലിംഗൽ മുഹമ്മദിന്റെയും SKNന്റെയും ഒക്കെ ഇടപെടൽ കൂടിയാണ് ഈ ലക്ഷ്യം കാണാൻ സഹായിച്ചത്. കഴിഞ്ഞ ഒരാഴ്ച തുടർച്ചയായി നാം ചെയ്ത സ്റ്റോറികളിൽ ലക്ഷ്യം കാണാൻ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. റഹീമിന്റെ കുടുംബവും പ്രേക്ഷകരും ഇതിനായി രൂപീകരിച്ച ജനകീയ കൂട്ടായ്മയുമെല്ലാം ഇക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇനിയും നമുക്ക് മുമ്പിലുള്ളത് ഈ സമാഹരിച്ച ഈ തുക മുഴുവൻ സൗദിയിൽ എത്തിക്കുക, കൊല്ലപ്പെട്ട സൗദി പൗരന്റെ കുടുംബത്തെ അത് ഏൽപ്പിക്കുക, അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാക്കുക എന്നതൊക്കെയാണ്. സൗദിയിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നാട്ടിലുള്ള ഫണ്ട് സൗദിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി വരികയാണ്. കൊല്ലപ്പെട്ട സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യം 15 മില്യൺ റിയാൽ അഥവാ ഈ 34 കോടി രൂപ തയ്യാറാണ് എന്ന് ഈ വാദി വിഭാഗം വക്കീലിനെ ഇന്ത്യൻ എംബസി അനൗദ്യോഗികമായി കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് സൗദിയിൽ അവധിയാണ്, ഇന്ന് നാളെയും അവധിയാണ്. തിങ്കളാഴ്ച മിക്കവാറും വാദി വിഭാഗം അഭിഭാഷകനുമായി എംബസി ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തും. റിയാദിലെ സഹായ സമിതിയുടെ പ്രതിനിധികളും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. ഈ കൂടിക്കാഴ്ചയിൽ ഔദ്യോഗികമായി തന്നെ ഈ ഫണ്ട് സമാഹരിച്ച വിവരം അഭിഭാഷകനെ അറിയിക്കും. പിന്നീട് വാദി വിഭാഗം വക്കീലും പ്രതിയുടെ വക്കീലും കൊല്ലപ്പെട്ട ഈ സൗദി പൗരന്റെ കുടുംബവും ഒക്കെ കോടതിയെ സമീപിക്കും. ഈ വിധി പ്രസ്താവിച്ച കോടതിയെ സമീപിക്കും. മോചനദ്രവ്യം സ്വീകരിക്കാനും അബ്ദുറഹീമിന് മാപ്പ് നൽകാനും തയ്യാറാണ് എന്ന് അവര് കോടതിയെ അറിയിക്കും. നിലവിൽ അബ്ദുറഹീമിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കണം എന്ന ഒരു കോടതി വിധി പ്രാബല്യത്തിൽ ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള നടപടികളാണ് ഇനി, അത് മാത്രമേ ബാക്കിയുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി അബ്ദുറഹീമിനെ ആ ഉമ്മയുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ശ്രമം. അത് അധികം വൈകാതെ തന്നെ നടക്കുമെന്ന് നമുക്കറിയാം. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ, ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയ ഭീമമായൊരു തുക. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾക്കൊപ്പം ഞങ്ങളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.